ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഡിയം, പൊട്ടാസ്യം, ഗ്ലൂക്കോസ്, അതുപോലെ മോണോസൈറ്റ്, ലൂക്കോസൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഒരു 5-8 ഘടകങ്ങൾ നിങ്ങൾ ബ്ലഡ് റുട്ടീൻ പറഞ്ഞാൽ കാണും. ഇതില് സോഡിയം, പൊട്ടാസ്യം, ഗ്ലൂക്കോസ്, അതുപോലെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഡോപ്പാമൈൻ, ചില ഹോർമോണുകൾ, നമ്മുടെ ശരീരത്തിലെ 9 ഗ്രന്ഥികളും 55 ഹോർമോൺ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 3-4 കൂടി ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഈ 58 ഹോർമോണുകളും ഏകദേശം 9 ഗ്രന്ഥികളുള്ള പ്രകൃതി സൃഷ്ടിച്ച ഒരു അത്ഭുതമാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യൻ എന്തുകൊണ്ടാണ് കുഴഞ്ഞു വീഴുന്നത്? സിമ്പിളാണ്, ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത്. ഇതിൽ ദൈവികതയൊന്നുമില്ല. കാരണം സോഡിയം, പൊട്ടാസ്യം, ഒപ്പം മാഗ്നീഷ്യം എന്ന മൂലകം, ഒപ്പം ഡോപ്പാമൈൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഒരേ സമയത്ത് ശരീരത്തിൽ കുറഞ്ഞാൽ, ഗ്ലൂക്കോസ്, ഇതിൽ ഹൈപ്പോനട്രീമിയ, ഹൈപ്പോകലീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, ഡോപ്പാമൈൻ ഡെഫിഷ്യൻസി ഒരേ സമയത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കുറഞ്ഞാൽ ആള് തളർന്നു വീണ് ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് വരെ അയാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ ഒരാൾ കുഴഞ്ഞു വീണുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ വസ്ത്രം മാറ്റി അയാൾക്ക് ഉപ്പും പഞ്ചസാരയും ഇട്ട വെള്ളം കൊടുത്ത് 2 മൂക്ക് വായയെ കൂടി മൂക്ക് കൂടി ശ്വാസം കൊടുത്ത് CPR എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. വളരെ സിമ്പിൾ ആണത്. നിങ്ങൾ ഇടത് കൈ വെച്ച് ഈ കുഴഞ്ഞ ആളുടെ ഹൃദയം ഇടത് ഭാഗത്താണ്, ഹൃദയത്തിന്റെ 65% പമ്പ് ചെയ്യുക. ഉടൻ മൂക്കിൽ വായി ഉടൻ ഉപ്പും പഞ്ചസാരയും ഇട്ട വെള്ളം. നിങ്ങൾ എന്ത് പ്രാർത്ഥന, പൂജ, ധ്യാനോ, കുന്തോ. ഗുജറാത്തിലെ ഒരു ഭ്രാന്തൻ സന്യാസി കണ്ണൂരിൽ നിന്ന് പോയിട്ട് 6 മാസം ഭക്ഷണം കഴിച്ചില്ല. ഞാൻ ദൈവപുരുഷനാ പറഞ്ഞ് ഗുജറാത്തിലെ ജാംനഗറിൽ ചികിത്സിക്കാൻ ഞാൻ പൂട്ടി വെക്കും. അതുപോലെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്ന ഞാൻ വലിയ പ്രഗത്ഭനാണ്. ഇവർക്കൊക്കെ അവസാനം ഇയാളുടെ കുടലിനെ പോയി, ചെറുകുടലും വൻകുടലും. എന്നിട്ട് യോഗിയെ കൂടെ മാറ്റാൻ ഉണ്ടാവൂ. അപ്പോ ഞാൻ ആത്മീയതയ്ക്ക് എതിരല്ല, പക്ഷെ ആത്മീയതയ്ക്കും ദൈവത്തിനും നമ്മുടെ ശരീരം എന്താണെന്ന് അറിയില്ല. നമ്മുടെ ശരീരത്തെ അപ്പൊ ഒരു പരിപാടിക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 3 മാസോ 6 മാസോ കൂടുമ്പോൾ 35 വയസ്സ് കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം, ഗ്ലൂക്കോസ്, ബ്ലഡ് പ്രഷർ, ഡോപ്പാമൈൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ്, ഒപ്പം നിങ്ങൾ ശരീരഭാരത്തിന്റെ, ഞാൻ ICMR കണ്ടുപിടിച്ചാണ് 0.33. പലർക്കും എത്ര വെള്ളം കുടിക്കണം പറഞ്ഞു ഫുള്ള് ഫേക്ക് സന്ദേശങ്ങളാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും. തെറ്റാണ്. വൃക്ക രോഗികൾ, ക്രോണിക് കിഡ്നി ഡിസീസ് ഒഴികെ എല്ലാവരും ഇപ്പോൾ മുംതാസിന് 100 കിലോ ഭാരമുണ്ട്. 0.33 3.5 ലിറ്റർ വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൃദയസ്തംഭനവും, ഷോർട്ട് ടെമ്പർ. വെള്ളം കുടിച്ചില്ലെങ്കിൽ, ഞാൻ സൈക്യാട്രി PhD ഒരേ ഒരു ലോകത്തുള്ള ആളാ. ലോകത്തിൽ ഒരൊറ്റ ആൾക്ക് വട്ടില് PhD ഉണ്ട്. 23 കൊല്ലം വേണ്ടി വന്നു ഭ്രാന്തന്മാരുടെ മലവും മൂത്രവും ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ. അവസാനം 9-ലേറെ ആത്മഹത്യ, 2000-ലേറെ പരീക്ഷണം. അവസാനം ഊട്ടി ചെന്നിട്ട്, കാരണം തനിക്കിത് കിട്ടില്ലടോ എന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞതൊക്കെ അമേരിക്കക്കാരനെ. കാരണം ബ്രെയിനിലെ കെമിക്കൽ. പക്ഷെ എനിക്ക് കിട്ടി. പക്ഷെ 23 കൊല്ലം ഭ്രാന്തന്മാരുടെ ഒപ്പം എനിക്ക് കഴിയേണ്ടി വന്നു. ഉള്ളു വട്ട, സ്കിസോഫ്രീനിയ. എന്റെ ടൂളുകളുടെ പേപ്പർ രാത്രി നല്ല പാട്ട് പാടും മനോരോഗികൾ. 12 മണിക്ക് ആ ശിവാജി ഗണേശന്റെ പാട്ടൊക്കെ കേട്ട് ഞാൻ ആണയിട്ടാൽ ഭ്രാന്തനാ. നട്ടപ്പാതിരിക്കാ പാട്ടുപാട്. ഭ്രാന്തന്മാർക്ക് രാത്രി ഉറക്കില്ല, സ്കിസോ, അതറിയില്ല. അതിലെന്റെ ഗവേഷണം. അപ്പൊ ഞാൻ മലമൂത്രം, ഇവരെ അമ്മയും അച്ഛനും കിടക്കുമ്പോ ഇവരെ മലമൂത്രം ടെസ്റ്റ്, അങ്ങനെയാണ് PhD എടുക്കും. ഇത്രയും കഷ്ടപ്പാട്. ആൽബർട്ട് ഐൻസ്റ്റീൻ എഡിസന് ശേഷം ലോകത്ത് PhD എടുക്കാൻ വേണ്ടി 23 കൊല്ലം, 32 കൊല്ലം, 38 കൊല്ലം, 36 കൊല്ലം, 31 കൊല്ലം. ഇത്രയും നീണ്ട കാലം 6 PhD എടുക്കാൻ എന്റെ ജന്മം പോയി. പിന്നെ 6 ലൈഫും പോയി, ഒപ്പം എന്റെ കുടുംബം പോയി, എന്റെ ജീവിതം പോയി, പെരുന്നാളും പോയി, റംസാനും പോയി, ക്രിസ്മസും പോയി. ഈ ഓണത്തിന് എനിക്ക് 40 പണിയാണ്. അതുകൊണ്ട് ഓണമില്ല, പിറന്നാൾ എന്നാന്ന് പോലും അറിയില്ല. ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞ ദിവസമാണ് ഭാര്യ ഓർമ്മപ്പെടുത്തി. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ആരും എന്നെ പോലെ ആവരുത്. നിങ്ങൾ ലൈഫ് ആസ്വദിക്കണം. എന്റെ ലൈഫ് ഈ പുസ്തകം പഠിക്കലും ഗവേഷണ. അവസാനം വട്ടിന്റെ ഡോക്ടർ എന്നുള്ള പേര് കിട്ടി. ഇതാണ് കാരണം ഭാരതത്തിൽ 45 കോടികൾ മനോരോഗികളുണ്ട്. മാനസിക പ്രശ്നമുള്ളവർ 45 കോടിയാണ്. 15 കോടിയോളം കുട്ടികൾ. 100-ൽ 57 കുട്ടികൾ നല്ല ആരോഗ്യത്തിലും 43 കുട്ടികൾ ബുദ്ധിമാന്ദ്യം ജനിതക രോഗത്തിലും ജനിക്കണമെന്നാണ് എന്റെ കണ്ടെത്തൽ. അത് വളരെ ഗൗരവമാണ്. അപ്പൊ ഇതൊക്കെ വളരെ. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് എയ്ഡിൽ നിന്ന് മാറാൻ കാരണം ഈ ഒരു രോഗി കുഴഞ്ഞ് ഞാൻ വീണ്ടും